സർ, ഇത് എത്ര നാളായി ഉപയോഗിച്ചിട്ട്? ഒരു 1.5 വർഷമായി കാണും. ഇതിനി വല്ല മ്യൂസിയത്തിൽ ഡൊണേറ്റ് ചെയ്യുന്ന നല്ലത്. ഞാൻ ആദ്യമായി വാങ്ങിയ വാഹനമാണ്, കൊടുക്കാൻ തോന്നുന്നില്ല. അല്ല സർ, നമ്മളിത് എങ്ങോട്ടായി പോകുന്നത്? ഇറ്റ്സ് നിയർ ബൈ. നല്ല സുഖമുണ്ട്. തരകൻ നടക്കുന്നോ? ഇല്ല സർ, എനിക്ക് നീന്തൽ അറിയില്ല. ഓ, തരകൻ, ആർ യു ഹാപ്പി ഹിയർ? വാട്ട് ഡു യു മീൻ സർ? എന്താ പറയുക, ഒരു ഡ്രൈവ് ഇല്ല തരകന്. യു ഷുഡ് ബി മോർ ഓഫ് എ ഡോക്ടർ. എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തരകന് ധൈര്യമായിട്ട് പറയാം. ഐ എം നോട്ട് എ സ്ട്രേഞ്ചർ ടു യു. ഐ എം മോർ ദൻ എ ഡോക്ടർ. ഐ എം യുവർ ഫ്രണ്ട്. ഞാൻ എൻ്റെ പഴയ ലൈഫ് കുറച്ച് മിസ് ചെയ്യുന്നുണ്ട് സർ. കോളേജ്, ഫ്രണ്ട്സ്, വീട്ടിലെൻ്റെ മുറി എല്ലാം. ചുരുക്കി പറഞ്ഞ യു ഹോം സിക്ക്. അറിയില്ല. മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? സൈനുവിനെ മിസ് ചെയ്യുന്നില്ലേ? എത്ര വർഷമായി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്? 4 വർഷം. കല്യാണം കഴിക്കുമോ? എന്തു വന്നാലും യെസ്. സൈനുവിൻ്റെ കല്യാണം ഏതാണ്ട് തീരുമാനിച്ചു. തരകൻ സൈനുവിനായി ചെയ്ത ഒരു കത്ത് ആ കുട്ടിയുടെ ഫാദറിൻ്റെ കയ്യിലാണ് കിട്ടിയത്. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു ഇക്കാര്യം പറയാൻ. എന്നിട്ട് തരകൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ടൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും അവരിഷ്ടപ്പെടുന്നില്ല. അവരെന്ന് പറഞ്ഞാൽ സൈനുവിൻ്റെ ഫാമിലി. ഹലോ, എടാ ഞാനാ. പറയടാ. നീ സൈനുവിനെ വിളിച്ചോ? എത്ര പ്രാവശ്യം അവളെ കിട്ടണ്ടേടാ. ഒന്നുകിൽ വാപ്പ അല്ലെങ്കിൽ ബ്രദേഴ്സ്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്യാ. നീ ടെൻഷൻ അടിക്കല്ലേ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നീ വിളിക്കണേ. ഞാൻ വിളിക്കാം. തോമാച്ചൻ ചേട്ടാ, ഇനി ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോവാതെ നോക്കണം. 6 യൂണിറ്റ് ഇൻസുലിനാ കൂട്ടിയിരിക്കുന്നത്. സിസ്റ്ററെ, ഈ ഷുഗർ താന്നു പോയാ നമ്മൾ എങ്ങനെയാ അറിയുക? അതിപ്പോ വിയർക്കും, കൈ വിറയ്ക്കും, നെഞ്ചിടിപ്പ് കൂടും, ഒരു പേടിയും വെപ്രാളമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്റെ ഭാര്യനെ കാണുമ്പോഴും തോന്നാറുണ്ട്. എന്നിട്ടിപ്പോ ഭാര്യ എവിടെ? അവൾ എന്നെ വിട്ടുപോയിട്ട് സെപ്റ്റംബറിലേക്ക് 8 വർഷമായി. ഓ സോറി. അയ്യോ, മരിച്ചതല്ല, അവൾ എന്നെ വിട്ട് വേറൊരുത്തന്റെ കൂടെ പോയിട്ട് 8 വർഷമായി. അവൻ അങ്ങനെ തന്നെ വേണം, അനുഭവിക്കട്ടെ. എക്സ്ക്യൂസ് മീ. യെസ്. ഡോക്ടർ സാമുവലിന്റെ മുറിയിലാ. ഈ ബാഗ് ഒന്ന് ഇവിടെ വെച്ചോട്ടെ. ഹലോ, ഞാൻ തോമച്ചൻ മാത്യു. ഈ ഹോസ്പിറ്റലിന്റെ എല്ലാമാണ്. നമ്മളാരാ? നമ്മളാരാണെന്നറിയില്ല. എക്സ്ക്യൂസ് മീ സർ. യാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്. ഹായ് ഡോക്ടർ, ഐ എം സുപ്രിയ. ഓ, വെൽക്കം സുപ്രിയ. ഹായ്. This is Ravi Taragan, your colleague. Hi.
രണ്ടുപേർക്കും ഇനിയും വർക്ക് ഡിവൈഡ് ചെയ്യാം, ഡ്യൂട്ടി ഷെയർ ചെയ്യാം. താങ്ക്സ്. അതെങ്ങനെ വേണമെന്ന് യു ബോത്ത് ഡിസൈഡ്. പക്ഷേ പേഷ്യൻസ് സഫർ ചെയ്യരുത്. ദാറ്റ്സ് മൈ ഓൺലി കണ്ടീഷൻ. ഓ ജോജോ, കം ഓൺ ഇൻ. സിറ്റ്. വേണ്ട സാർ, Sit down. താങ്ക് യു സാർ. സാർ എൻ്റെ കല്യാണമാണ് അടുത്ത മാസം 14th. Wow, fantastic. This is Jojo. നമ്മുടെ ഹോസ്പിറ്റലിൽ റെഗുലറായി വരുന്ന ഒരേ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. ഓ ഇത് ഡോക്ടർ സുപ്രിയ. ഹായ്. ഹായ്. പ്രൊമോഷനായെന്ന് അറിഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഉടനെ കഴുതി കുരുക്കു വീഴുവെന്ന്. വുഡ് ബി എന്താ ചെയ്യുന്നത്? ബാങ്ക് ടെസ്റ്റ് എഴുതി നിൽക്കുന്നു. സാർ സാറും വരണം. ഓ ഷോ. താങ്ക് യു സാർ. ഹേ, എനിക്കില്ല ഇൻവിറ്റേഷൻ. സോറി. ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല എന്തായാലും വരണം. ഓ താങ്ക് യു. ഓക്കെ. ഞാൻ ഒ പിയിലേക്ക് ചെല്ലട്ടെ. യു ഫിനിഷ് യുവർ കോഫി ആൻഡ് കം. യാ. ജോജോ Yes, യു sir. കം. ഓക്കേ ബൈ. ഓക്കെ ബൈ. കം. ആ മൂന്നാമത്തെ കൈ എവിടെ പോയി? ഇൻവിജിലേറ്റേഴ്സ് പിന്നെ ആക്ഷൻ ഒന്നും എടുത്തില്ലേ? പിന്നെ എടുക്കാതെ 3 വർഷത്തേക്കാ ഡീബാർ ചെയ്തത്. പിന്നെ പ്രിൻസിപ്പൽ ഇടപെട്ടത് 1 വർഷമായി കുറച്ച് തന്നുകൊണ്ട് രക്ഷപ്പെട്ടു. എടാ സുപ്രിയ, ഇത് വിവേക്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എടാ ഡോക്ടർ സുപ്രിയ, മൈ ന്യൂ കലീഗ്. ഹായ്. നീ ഒന്ന് വന്നേ. എന്താടാ? നീ വാ. സോറി സുപ്രിയ, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അയ്യാ ക്യാരി ഓൺ. എന്താ? നീ വാ, ഞാൻ പറയാം. എടാ നീ കാര്യം പറയടാ. നോക്ക്. മിനിഞ്ഞാന്നായിരുന്നു എൻഗേജ്മെന്റ്. ഒരു സഡൻ ഡിസിഷൻ ആയിരുന്നു. എത്ര പ്രാവശ്യം വിളിച്ചു, കിട്ടണ്ടേ? അടുത്ത മാസം 10-നാ നിക്കാഹ്. നമുക്കിനി ഒരേ ഒരു ഓപ്ഷൻ രജിസ്റ്റർ മാരേജാ. പക്ഷേ അതിന് ചില ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. കാക്കനാട് രജിസ്റ്റർ ഓഫീസിൽ അടുത്ത മാസം 6-ാം തീയതി നിങ്ങളുടെ രജിസ്റ്റർ മാരേജിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് രാവിലെ കോളേജിലേക്ക് എന്ന് പറഞ്ഞ് നീതു സൈനുവുമായി അവിടെ എത്തും. നീ കൃത്യം 10 മണിക്ക് രജിസ്റ്റർ ഓഫീസിലെത്തണം. അന്നത് നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എടാ ഞാൻ അപ്പയോട് കാര്യം പറഞ്ഞാലോ? അപ്പൊ സൈനുവിന്റെ വാപ്പയോട് സംസാരിച്ചാൽ ചിലപ്പോൾ. അത് നിന്റെ ഇഷ്ടം. പക്ഷെ നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ രജിസ്റ്റർഡ് മാരേജ് എന്നുള്ള ഈ ഓപ്ഷനും പിന്നെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഉടനെ തിരികെ പോകണം. കോളേജിലേക്ക് എന്ന് പറഞ്ഞാൽ സൈനു ഇറങ്ങിയത്. രാവിലെ ഞാൻ എത്തും സൈനു. അതുവരെ കാത്തിരുന്നാ പോരെ? ഇനി ഡിലേ ചെയ്യണ്ട. എറണാകുളം വരെ എത്താനുള്ളതല്ലേ? വാ.